വന്ദേ ഭാരതിന്റെ ടിക്കറ്റ് നിരക്ക് കുറച്ചെന്നല്ലേ തോന്നുന്നേ. പാറ്റകൾ വരെ ടിക്കറ്റ് എടുത്ത് കയറാൻ തുടങ്ങിയിട്ടുണ്ടെന്ന്. തിരുവനന്തപുരത്ത് നിന്നും കാസർഗോഡേക്കുള്ള വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനിൽ നൽകിയ പ്രഭാത ഭക്ഷണപ്പൊതിയിൽ പാറ്റകൾ. 2-3 പാറ്റകളല്ലേ, അതിനിപ്പോ എന്താലേ, നോൺ വെജ് ഐറ്റം കൊടുത്തതായിരിക്കും. ഭക്ഷണം തുറന്നപ്പോഴാണ് പാറ്റകളെ കണ്ടത്. പക്ഷെ അത് ഭക്ഷണപ്പൊതിയിലെ പാറ്റകളല്ല. ഇത് ഞങ്ങളുടെ പാറ്റകളല്ല, ഞങ്ങളുടെ പാറ്റകൾ ഇങ്ങനല്ല, അത് ട്രെയിനിലെ പാറ്റകളാണെന്നാണ് കാറ്ററിംഗ് വിഭാഗത്തിന്റെ വിശദീകരണം. ചെങ്ങന്നൂരിൽ നിന്ന് എറണാകുളത്തേക്ക് കുടുംബസമേതം പോവുകയായിരുന്ന കുടുംബമാണ് ഇത് സംബന്ധിച്ച് ട്രെയിനിൽ വെച്ച് തന്നെ പരാതിയുമായി എത്തിയത്. അവർക്ക് മാത്രമല്ല, മറ്റു യാത്രക്കാർക്കും ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവരാരും പുറത്തു പറഞ്ഞില്ല. ചെങ്ങന്നൂർ കഴിഞ്ഞപ്പോൾ ട്രെയിനിൽ നിന്ന് നൽകിയ ഇടിയപ്പം ഉൾപ്പെടെയുള്ള ഭക്ഷണ പാക്കറ്റുകൾ തുറന്നപ്പോൾ പല ഭാഗങ്ങളിൽ നിന്നായി പാറ്റകൾ പുറത്തേക്ക് വരികയായിരുന്നുവെന്നും പാറ്റകൾ ഓടിക്കളിക്കുന്ന കാഴ്ച കണ്ടെന്നുമാണ് യാത്രക്കാർ പറഞ്ഞത്. തുടർന്ന് പരാതി അറിയിച്ചപ്പോൾ കാറ്ററിംഗ് ചുമതലയിൽ ഉണ്ടായിരുന്ന ആളെത്തിയാണ് പാറ്റയെ ഐഡന്റിഫൈ ചെയ്തത്. അത് അവരുടെ പാറ്റ അല്ലാന്ന്. ട്രെയിനിലുള്ള പാറ്റകൾ സ്റ്റോറേജ് യൂണിറ്റിൽ കടന്നുകൂടി ഭക്ഷണ പാക്കറ്റുകളിൽ കയറിയതാണെന്നും ഭക്ഷണം പാക്ക് ചെയ്യുമ്പോഴുള്ള വീഴ്ചയല്ല എന്നുമാണ് കാറ്ററിംഗ് വിഭാഗത്തിന്റെ വിശദീകരണം. ട്രെയിനിലായാലും ഭക്ഷണത്തിൽ പാറ്റകൾ കയറുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നും തങ്ങൾ ഭക്ഷണം പാക്ക് ചെയ്തപ്പോഴല്ല പാറ്റകൾ കയറിയതെന്ന ന്യായീകരണം കൊണ്ട് ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാകില്ലല്ലോ. അങ്ങനെ ആ പാറ്റകൾ അനാഥരായിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇനിയിപ്പോ സ്റ്റോറേജ് യൂണിറ്റിൽ കടന്നുകൂടിയ പാറ്റകൾ ആയിക്കൊള്ളട്ടെ, സ്റ്റോറേജ് യൂണിയൻ പാറ്റകൾക്ക് നൽകിയിരിക്കുന്നതാണോ? എലി, പാറ്റ, പല്ലി തുടങ്ങിയ ജീവികൾക്കുള്ള സ്ഥലമാണ് ട്രെയിൻ സ്റ്റോറേജ് എന്നറിയാൻ വൈകിപ്പോയി. ടിക്കറ്റ് എടുത്ത് കയറിയ പാറ്റകളാണെങ്കിലും അതിക്രമിച്ച് കയറിയ പാറ്റകളാണെങ്കിലും പാറ്റകൾ തന്നെ ആണേ. അല്ല, അവര് മാത്രമല്ല, എലികളും പുഴുക്കളും ഒക്കെ ആവശ്യത്തിന് വേറെയുണ്ട്. അതിന് പ്രത്യേകം കാശ് ചോദിക്കുന്നുമില്ല റെയിൽവേ. അവർക്കും വേണ്ടേ ഒരു എന്റർടൈൻമെന്റ്. പക്ഷേ കൃത്യമായി പരിശോധനകൾ നടത്താനോ വൃത്തിയാക്കാനോ മാത്രം പറയരുത്. അത് മാത്രം വയ്യാട്ടോ. രോഗം വരുമ്പോൾ മാത്രം ചികിത്സിക്കാനിരിക്കുന്ന ഒരു ആരോഗ്യമന്ത്രിയാണ് നമുക്കുള്ളത്. എന്നാൽ രോഗം വരാതെ ചെയ്യേണ്ടതൊന്നും അവർക്കറിയത്തില്ല, ചെയ്യത്തുമില്ല. എന്ത് പ്രശ്നം വന്നാലും അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ മാത്രം അവസാനം ആരും ഉണ്ടാകില്ല. ചോദിച്ചും പറഞ്ഞും എല്ലാ പ്രശ്നങ്ങളും ആ പാറ്റകളെ പോലെ അനാഥരാകും. പേര് പോലും ഇല്ലാത്ത പകർച്ചവ്യാധികളാണ് കേരളത്തിൽ പെരുകുന്നത്. അശ്രദ്ധ മാത്രമാണ് പുതിയ പുതിയ രോഗങ്ങൾ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നതും. രോഗം ഏതെന്നറിയില്ല, മരുന്നറിയില്ല, പക്ഷെ പ്രതിരോധിക്കാനാകുമല്ലോ. മാലിന്യ പ്രശ്നത്തിന് പോലും കൃത്യമായി പരിഹാരം കാണാത്ത സർക്കാരും കൂട്ടരും ഈ ഒരു പാറ്റ കേസ് മൈൻഡ് ചെയ്യാൻ കൂടി പോകുന്നില്ല. 1-2 പാറ്റകളല്ലേ, അത് അതിന്റെ വഴിക്ക് പോട്ടെ എന്ന് പറയും. ആ 1-2 പാറ്റകളിൽ നിന്നാണ് ഇക്കണ്ട രോഗങ്ങളൊക്കെയും തലപൊക്കുന്നതെന്ന് ചിന്തിക്കാനുള്ള ബോധം അധികാരികൾക്കില്ലാത്തത് കൊണ്ട് എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം. ഇനിയും പാറ്റകൾ വരും, പാമ്പുകൾ വരും, എലിയും വരും, പുഴുക്കളും വരും. ഇതൊക്കെ ആഹാരശീലമാക്കിയ നമുക്ക് കൊള്ളാം.